സാരി ബിസിനസ് ആണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്രസ് കാറ്റഗറി നോക്കുന്നതാണോ നല്ലത് എന്നോട് കുറെ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. അത് നമ്മളുടെ കസ്റ്റമർ ബേസ് അനുസരിച്ചാണ് വരുന്നത്. ഇപ്പൊ സാരി ഉടുക്കുന്ന ആളുകളിലോട്ട്, അതായത് സാരി ഇഷ്ടപ്പെടുന്ന ആളുകളിലോട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇത്തരത്തിലുള്ള ഡ്രസ് ഐറ്റംസ്, അതായത് ഇപ്പൊ ഒരു 35 അല്ലെങ്കിൽ ഒരു 29 ഏജിലുള്ളവരിലോട്ടൊക്കെ നമ്മുടെ കുർത്തി, അത് കോഡ് സെറ്റ് ഒക്കെ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. കൊച്ചുകുട്ടികളുടെ അമ്മമാരിലോട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് എത്തുന്നതെങ്കിൽ അത്തരത്തിലുള്ള ബേബീസിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റിന്റെ ബിസിനസ് നമുക്ക് ചെയ്യാം. അപ്പൊ ഏത് കാറ്റഗറി കസ്റ്റമേഴ്സ് ആണ് നമുക്കുള്ളത് എന്നുള്ളത് നോക്കുക. അതിനനുസരിച്ചുള്ള ക്ലോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണ്, ഏത് ഐറ്റം ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള നോളജ് നമുക്ക് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഉണ്ടായിരിക്കണം. എങ്കിലാണ് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ഐറ്റംസ് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് വഴി കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഡ്രസ് ബിസിനസ് അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ സപ്പോർട്ട് ലഭിക്കുന്നതാണ്. ട്രെയിനിങ് അവൈലബിൾ ആണ്. ട്രെയിനിങ്ങിനെ കുറിച്ച് അറിയാനായിട്ട് സ്ക്രീനിലുള്ള നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക കേട്ടോ.